ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സെറ്റിൻ്റെ റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയൊരു ക്ലാസ്സാണ്. അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ചേഞ്ചസ് ഇൻ എ ഫാമിലി സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഓർ അതർ സിറ്റുവേഷൻസ് ദാറ്റ് ഒക്യുവർ ബിറ്റ്വീൻ ടു ജനറേഷൻസ് ഇസ് നോൺ ആസ് ഡാഷ് മൊബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? അതായത് രണ്ട് ജനറേഷനിലായിട്ട് ഒരു ഫാമിലിയിൽ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ അതുപോലുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലൊക്കെ അവിടെ ഒരു സ്റ്റാറ്റസിൽ ചേഞ്ച് ഉണ്ടാവാണ്. ഓക്കെ, ഇത് എന്ത് ടൈപ്പ് മൊബിലിറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്: ഇൻ്റർ ജനറേഷണൽ, ഇൻട്രാ ജനറേഷണൽ, ആബ്സല്യൂട്ട്, ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുമോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ആൻസർ അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം എന്താണ് സോഷ്യൽ മൊബിലിറ്റി? അപ്പം എന്താണ് സോഷ്യൽ മൊബിലിറ്റി? പറഞ്ഞേ. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ചേഞ്ച്, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയാം. ഇറ്റ്സ് എ ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം വൺ സോഷ്യൽ ക്ലാസ് ടു അനദർ. അതായത് ഒരു സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് മറ്റൊരു സോഷ്യൽ ക്ലാസ്സിലേക്കുള്ള ചേഞ്ച്, ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയാം. ഈ സോഷ്യൽ മൊബിലിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി, ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി, ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. നമുക്കിത് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് എന്താ? ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണ ജോലിക്കാരുടെ മകൻ അല്ലെങ്കിൽ മകൾ നന്നായിട്ട് പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്താണ്. അപ്പോൾ അവിടെ എന്ത് മാറ്റമാണ് വരുന്നത്? പാരൻസിന് ഇപ്പോൾ ഒരു സാധാരണ ഒരു ജോലിക്കാരാണ് അച്ഛനും അമ്മയും. എന്നിട്ട് കുട്ടി എന്ത് ചെയ്തു? നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് വരുന്നത്? അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റം ഉണ്ട് അല്ലേ? അതായത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? നല്ല ഹൈ ലെവലിലേക്ക് മാറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനറേഷൻ ടു ജനറേഷൻ സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി. എന്താണ് ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധാരണ കർഷകൻ്റെ മകൻ, കർഷകൻ എന്നല്ല കേട്ടോ, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, എന്നാലും നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാമെന്നുള്ളൂ. ഓക്കെ, സോ ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ മകൻ നന്നായിട്ട് പഠിച്ച് ഒരു ഡോക്ടർ ആവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സോഷ്യൽ സ്റ്റാറ്റസിൽ ചേഞ്ച് വരാണ്. ഇതെന്ത് മൊബിലിറ്റിയാണ്? ഇൻ്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അടുത്ത് നോക്കാം, ഇൻട്രാ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി. ഈ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും ഇത്രയും കൂടെ നല്ല ഒരു ജോലിയിലെത്തുക, പിന്നെ അവിടെ നിന്നും പഠിച്ച് ഒരുപാട് നല്ല ഹൈ പൊസിഷനിൽ എത്തുകയാണ്. അതായത് എന്താ? ഒരു പേഴ്സൻ്റെ ആ ലൈഫ് ടൈം തന്നെ ഉണ്ടാകുന്ന ഗ്രോത്താണ്, ഒരൊറ്റ ഹ്യൂമൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടാകുന്ന ഗ്രോത്താണ്. ഇതാണെന്ത്? ഇൻട്രാ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി. ഒരു സാധാരണ ജോലിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്താണ്? നല്ലൊരു ഹൈ പൊസിഷനിലുള്ള ജോലിയിൽ എത്താണ്. ഇതാണ് ഇൻട്രാ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി. ഇനി നമുക്ക് പഠിക്കുന്നതാണ് വേർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി. എന്താണ് വേർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി? ഈ വേർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റി 2 തരത്തിലാവാം. ഇത് അപ്വേർഡ് ആവാം, അതുപോലെ തന്നെ ഡൗൺവേർഡും ആവാം. അപ്പോൾ ആദ്യം നമുക്ക് അപ്വേർഡ് നോക്കി നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഓഫീസിലെ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം നന്നായിട്ട് പഠിച്ച് UPSC ക്രാക്ക് ചെയ്ത് IAS ഓഫീസറായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൽ എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി അല്ലേ? അതെങ്ങനെയാണ്? അപ്വേർഡാണ്, ഹൈ ലെവലായിട്ടാണ് ചേഞ്ച് ആവുന്നത്. ഇതെന്താണ്? ഇതൊരു വേർട്ടിക്കൽ സോഷ്യൽ മൊബിലിറ്റിക്ക് ഉദാഹരണമാണ്. ഇത് എന്ത് മൊബിലിറ്റി ആയിരിക്കും? അപ്വേർഡാണോ ഡൗൺവേർഡാണോ? യെസ്, ഇത് അപ്വേർഡ് വേർട്ടിക്കൽ മൊബിലിറ്റിയാണ്. ഇനി ഡൗൺവേർഡ് പറയുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ്മാൻ, അദ്ദേഹത്തിന് ബിസിനസ്സിലൊക്കെ നഷ്ടം സംഭവിച്ചു, സാധാരണ ലെവലിലേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഫോളാണല്ലോ ഉണ്ടാവുന്നത്, ഡൗൺവേർഡാണ്. ഓക്കെ, ഇതാണ് ഇതും വേർട്ടിക്കൽ മൊബിലിറ്റിയാണ്, പക്ഷേ ഇത് ഡൗൺവേർഡാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡൗൺവേർഡും അപ്വേർഡും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കുന്നതാണ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി. ഇതും നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചർ, ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചർ, ആ ടീച്ചർക്ക് അതേ ലെവലുള്ള വേറൊരു പ്രൈവറ്റ് സ്കൂളിൽ സെയിം പൊസിഷനിൽ മാറ്റം കിട്ടുകയാണ്. അപ്പോൾ ആ ടീച്ചർ വേറൊരു സ്കൂളിൽ അതേ പൊസിഷനിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ആ ടീച്ചറിലെ സോഷ്യൽ സ്റ്റാറ്റസിൽ ചേഞ്ച് വരുന്നുണ്ടോ?
ചേഞ്ച് വരുന്നില്ല, ഹൊറിസോണ്ടൽ ആയിട്ടാണ്, സെയിം പൊസിഷനാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മൊബിലിറ്റീനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് 2 ജനറേഷൻസിൽ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 2 ജനറേഷൻസിൽ ഒരു ഫാമിലിയുടെ സ്റ്റാറ്റസിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ അതെന്തായിരിക്കും? ഇൻ്റർ ജനറേഷനിലാണോ ഇൻട്രാ ജനറേഷനിലാണോ? പറഞ്ഞേ. യെസ്, അത് ഇൻ്റർ ജനറേഷനാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഇൻ്റർ ജനറേഷണൽ. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര കാര്യങ്ങളാണ് പഠിച്ചത്? സോഷ്യൽ മൊബിലിറ്റി പഠിച്ചു, ടൈപ്സ് പഠിച്ചു. അപ്പോൾ എല്ലാതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി എല്ലാത്തിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ PDF ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട് ഇൻ എ പ്ലേറ്റു ഇൻ ലേണിംഗ്? അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ലേണിംഗ് പ്ലേറ്റുവിന് കാരണമാവുക? അപ്പോൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണം? എന്താണ് ലേണിംഗ് പ്ലേറ്റു? അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് കർവ്സ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കുന്നതാണ് ലേണിംഗ് പ്ലേറ്റു. എന്താണ് ഈ ലേണിംഗ് പ്ലേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ലേണിങ്ങിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റക്ക്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേണിംഗ് പ്ലേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണ്, അപ്പോൾ ഫാസ്റ്റായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഫാസ്റ്റായിട്ട് ഒരു ലേണിംഗ് നടന്നതിന് ശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അവിടെ എന്താവാണ്? അവിടെ ലേണിംഗ് ഉണ്ടാവില്ല. ആ ലേണിംഗ് ഗ്രോത്ത് എന്ത് ചെയ്യാണ്? ഇല്ലാണ്ടാവണം. ഒരു സ്റ്റക്ക് സംഭവിക്കുകയാണ്. ഇത് ടെമ്പററി ആണ്. പക്ഷേ ഇങ്ങനത്തെ സംഭവം നമ്മുടെ ലേണിങ്ങിൽ സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുക? ലേണിംഗ് പ്ലേറ്റു എന്ന് പറയുക, അല്ലെങ്കിൽ പ്ലേറ്റു ഇൻ ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ലേണിംഗ് പ്ലേറ്റു സംഭവിക്കാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാരണങ്ങളുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതിലേതാണ് ശരിയാവാന്ന് നിങ്ങൾ പറയണേ. ഓക്കെ, 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ, എൻതൂസിയാസം ഓഫ് ദി ടീച്ചർ. ഇപ്പോൾ ടീച്ചർ നല്ല എനർജറ്റിക് ആണ്, നല്ല എൻതൂസിയാസ്റ്റിക് ആണ്. അപ്പോൾ അവിടെ ലേണിംഗ് പ്ലേറ്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ലേണിംഗ് മുരടിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ? ഇനി അടുത്ത എന്താ? ഹൈ ലെവൽ ഓഫ് ആസ്പിറേഷൻ. സോ ഹൈ ലെവൽ ഓഫ് ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ലേണിംഗ് പ്ലേറ്റ് കാരണമാവോ? ഇല്ല. പിന്നെന്താ? ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സയൻസ് ടീച്ചർ ലാബിൽ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് അവർക്ക് ലാബിൽ കൊണ്ടുപോയി ചെയ്ത് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ ബുക്കിൽ നോക്കിയിട്ട് ജസ്റ്റ് ടീച്ചർ ഇങ്ങനെയാണ് സംഭവിക്കുക, ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, ജസ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്താ ഉണ്ടാവുക? ഒരു ബോർഡം ഫീൽ ചെയ്യും അല്ലേ? അവർക്ക് ലേണിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു സ്റ്റക്ക് ഉണ്ടാവും അല്ലേ? ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് പറയുന്ന പേരാണ്? ലേണിംഗ് പ്ലേറ്റു, അല്ലെങ്കിൽ പ്ലേറ്റു ഇൻ ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ചാൻസ് ഉണ്ട് അല്ലേ? പിന്നെന്താ? ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ. ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലേണിംഗ് പ്ലേറ്റു ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ വരിക? നിങ്ങൾ പറഞ്ഞേ. യെസ്, അത് ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പോൾ പ്ലേറ്റു ഇൻ ലേണിങ്ങിന് കാരണം എന്താണ്? ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇനിയും കാരണങ്ങളുണ്ട്. എന്തൊക്കെയാ? ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു സ്റ്റക്ക് ഉണ്ടാവും അല്ലേ ലേണിങ്ങിൽ. പിന്നെ അതുപോലെ റിപ്പീറ്റേഷനൊക്കെ ഉണ്ടാകുമ്പോഴും ബോർഡം സംഭവിക്കാനും ഒരു ടെമ്പററി ഒരു സ്റ്റക്ക് ഉണ്ടാവാനൊക്കെ റീസൺ ആയിട്ട് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ഗ്രാഫാണ്, ഞാൻ വരച്ചില്ലേ നിങ്ങൾക്ക് ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. അതായത് ആദ്യം ഒരു ഇൻക്രീസ് ഉണ്ടാവും, ദെൻ ഒരു സ്റ്റക്ക് വരും അല്ലേ? ഇതിനാണ് ഈ ലേണിംഗ് പ്ലേറ്റു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ട് ഇതിലേതാണ് ലേണിംഗ് പ്ലേറ്റു എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. OER ഇൻ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു. എന്താണ് OER ഇൻ എഡ്യൂക്കേഷൻ? ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആണ്. എന്താണ്? ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. അപ്പോൾ ഇതുപോലുള്ള അബ്രിവേഷൻസും ഫുൾ ഫോമും സെറ്റിന് എല്ലാതും സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അബ്രിവേഷൻസും ഫുൾ ഫോംസും നമുക്കിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചത്? OER പഠിച്ചു അല്ലേ? എന്താണ് OER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ആണ്. O എന്ന് പറഞ്ഞാൽ ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. NPTEL. ഈ NPTEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, സ്വയം പോലെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. എന്താണ്? ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി അടുത്തത് MOOC. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MOOC എന്ന് പറഞ്ഞാൽ എന്താ? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.